എല്ലാവർക്കും നമസ്കാരം. 5th സ്റ്റാൻഡേർഡിലെ 8th യൂണിറ്റായ നോ അവർ ലാൻഡ് എന്ന പാഠഭാഗത്തിൻ്റെ 4th ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തായി പേജ് നമ്പർ 144, എംപ്ലോയ്മെൻറ്റ് ഡൈവേഴ്സിറ്റി ഇൻ കേരള. We have already discussed that a variety of agriculture activities are carried out in each physiographic condition. Is agriculture the only employment that people of Kerala are engaged in? What are the employments prevalent in your area? ഇപ്പോൾ കേരളത്തിലെ വിവിധതരം തൊഴിലുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓരോ ഭൂപ്രകൃതിയിലും വിവിധ തരത്തിലുള്ള തൊഴിലുകളും കാർഷിക പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നാം ചർച്ച ചെയ്തു കഴിഞ്ഞു. കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖല? ഏതൊക്കെ തൊഴിൽ മേഖലയിലാണ് നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 3 പോയിന്റ് എഴുതാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് എഴുതുക. എന്തൊക്കെ തൊഴിലാണ് നിങ്ങളുടെ നാടുകളിലുള്ള ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന്. Along with progress in agriculture, advancement in other fields of work are important to improve the living conditions of people. അതായത് നമ്മുടെ ജനജീവിതം മെച്ചപ്പെടുന്നതിന് കാർഷിക മേഖലയുടെ പുരോഗതി മാത്രം പോരാ, മറ്റു തൊഴിൽ മേഖലകളും കൂടി വികസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജനജീവിതം മെച്ചപ്പെടുകയുള്ളൂ. Natural resources and human resources play an important role in determining the progress of the people of a region. The work culture of each region has been formed according to the topography and climate of that region. Husk threshing and rope picking in backwater shores, paddy cultivation and duck rearing in Kuttanad are examples for this. ഒരു പ്രദേശത്തിലെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ പോലെ തന്നെ മനുഷ്യ വിഭവശേഷിക്കും പ്രധാനമായ പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിയും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരമാണ് അവിടെ രൂപപ്പെടുന്നത്. ഈ കായലോരങ്ങളുടെ സൈഡിലുള്ള ആളുകൾ തൊണ്ട് തല്ലലും കയറുവിരിയും ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതുപോലെയുള്ള തൊഴിൽ സംസ്കാരങ്ങളുടെ ഒരു ഉദാഹരണം കൂടിയാണ്. ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഇമേജസ് നോക്കുക. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഫിസിയോഗ്രാഫി എന്ന് തന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ഇമേജും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തേത് പോട്ടറി, അതായത് മൺപാത്ര നിർമ്മാണം. രണ്ടാമത്തേത് പാഡി കൾട്ടിവേഷൻ. മൂന്നാമത്തേത് റബ്ബർ കൾട്ടിവേഷൻ. അടുത്തത് ഹസ്ക് ത്രഷിങ് ആൻഡ് റോപ്പ് പിക്കിംഗ്, അതായത് തൊണ്ട് തല്ലൽ കയറ് നിർമ്മാണം. അടുത്തതായിട്ട് ടീ കൾട്ടിവേഷൻ. അടുത്തതായിട്ട് ഫിഷിങ്. അപ്പോൾ ഈ ചിത്രങ്ങൾ 6 ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നിരിക്കുന്ന നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ എംപ്ലോയ്മെൻറ്റ് മെൻഷൻഡ് ഇൻ ദ പിക്ചർ ഇൻ ട്യൂൺ വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ. അതായത് ഈ തൊഴിലുകൾ ഏത് ഫിസിയോഗ്രാഫിക് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത പേജ് നോക്കുക. പേജ് നമ്പർ 145. അവിടെ ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നു. ഒരു ടേബിളാണ്. ഫിസിയോഗ്രാഫിക് ഡിവിഷന് എംപ്ലോയ്മെൻറ്റ്. ഒന്നാമത് ഹൈലാൻഡ്. അപ്പോൾ ഹൈലാൻഡിൽ വരുന്ന തൊഴിൽ ടീ കൾട്ടിവേഷനാണ്. അടുത്തത് മിഡ്ലാൻഡ്. അപ്പോൾ മിഡ്ലാൻഡിൽ വരുന്നത് റബ്ബർ കൾട്ടിവേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ പോട്ടറി ഉണ്ട്. അടുത്തതായിട്ട് കോസ്റ്റൽ ഏരിയ. കോസ്റ്റൽ ഏരിയയിൽ നമുക്ക് ഫിഷിംഗ് ഉണ്ട്, പാഡി കൾട്ടിവേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹസ്ക് ത്രഷിംഗ് ആൻഡ് റോപ്പ് പിക്കിംഗ് ഉണ്ട്. അഡ്വാൻസ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്ഡ് സോഷ്യോ ഇൻഫ്രാസ്ട്രക്ചേർഡ് കണ്ടീഷൻസ് ആൻഡ് മോഡേൺ ടെക്നോളജി ഇൻ കേരള ഹാവ് ലെഡ് ടു പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ എംപ്ലോയ്മെൻറ്റ്സ് പീപ്പിൾ എൻഗേജ്ഡ് ഇൻ. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതി, അതായത് കേരളത്തിലെ ആളുകൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെച്ചപ്പെട്ട സാമൂഹ്യ ഭൗതിക സാഹചര്യങ്ങൾ, നമ്മുടെ സാമൂഹ്യമായിട്ടും ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ടതാണ്. ആധുനിക സാങ്കേതിക വിദ്യ, അതാണ് നമ്മൾ മോഡേൺ ടെക്നോളജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ മോഡേൺ ടെക്നോളജി അല്ലെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യ ഒക്കെ ജനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലുകളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ലെറ്റ്സ് റൈറ്റ് എന്നുള്ള ഭാഗമാണ്. ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മേക്ക് നോട്ട് ഓൺ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ മോഡേൺ ടെക്നോളജി ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് ട്രഡീഷണൽ ഒക്കുപ്പേഷൻസ്. അതായത് മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് അന്വേഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തായി കേരള ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. We have seen that Kerala's natural beauty and favorable climate condition make people live easier. But sometimes natural disasters and calamities occur. Kerala has a physiography with many ecologically vulnerable areas. Apart from the crisis caused by human interventions, some natural calamities also harm the living world. കേരളവും പ്രകൃതി ദുരന്തവും എന്നുള്ള ഭാഗമാണ്.
അപ്പോൾ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയൊക്കെ നമ്മുടെ ജനജീവിതത്തെ വളരെയധികം സുഗമമാക്കുന്നുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികളെ കൂടാതെ തന്നെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ ജീവലോകത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ താഴെ 2 പിക്ചർ തന്നിരിക്കുന്നു. 2 നാച്ചുറൽ കലാമിറ്റീസിൻ്റെ പടങ്ങളാണ്. അതിൻ്റെ താഴെ തന്നിരിക്കുന്നു നോക്കാം. ഇമേജസ് റിലേറ്റഡ് ടു നാച്ചുറൽ കലാമിറ്റീസ് ആർ ഗിവൺ. ലിസ്റ്റ് ഔട്ട് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ടു ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് എൻവയോൺമെൻറ്റ്, കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അതായത് നമുക്ക് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസിനെ പറ്റിയിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സൈക്ലോൺ. സൈക്ലോൺ എന്ന് പറയുന്നത് ചുഴലിക്കാറ്റാണ്. അടുത്തത് വൈൽഡ് ഫയർ. വൈൽഡ് ഫയർ എന്ന് പറയുന്നത് കാട്ടുതീയാണ്. പിന്നീട് ബാക്കി നമുക്ക് എഴുതാം. ഫ്ലഡ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളപ്പൊക്കം. സുനാമി. സുനാമി നമുക്കറിയാം 2004 നമുക്ക് കേരളത്തിൽ അനുഭവപ്പെട്ട ഒരു പ്രകൃതി ദുരന്തമാണ്. അത് കടൽ കരയിലേക്ക് കയറുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ജീവനാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സുനാമി. അടുത്തത് ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പാണ്. അടുത്തത് എർത്ത് കേക്ക്. എർത്ത് കേക്ക് എന്ന് പറയുന്നത് ഭൂകമ്പമാണ്, അതായത് ഭൂമികുലുക്കം എന്ന് പറയും. അടുത്തായിട്ട് വാട്ട് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ ഫിനോമിന ദാറ്റ് എൻഡേഞ്ചർ ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയോൺമെന്റ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രതിഭാസങ്ങളെയാണ് നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ ഫിനോമിന, അതായത് ഒരു പ്രകൃതി പ്രതിഭാസമാണ് ദാറ്റ് എൻഡേഞ്ചേഴ്സ് ലൈഫ്, നമ്മുടെ ലൈഫിനെ അപകടപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയെയും പ്രോപ്പർട്ടിയെയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ അപായപ്പെടുത്തുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. സച്ച് നാച്ചുറൽ കലാമിറ്റീസ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് ബീങ്സ്. അതായത് നമുക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ഇത് ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. ദ സുനാമി ഇൻ 2004 കോസ്ഡ് ഹ്യൂജ് ഡാമേജ് ഇൻ കേരള. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സുനാമി 2004 ഉണ്ടായ സുനാമി നമുക്ക് ഒരുപാട് ഡാമേജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ മുതിർന്ന ആളുകളെ പറ്റി, നിങ്ങൾക്ക് 2004 സുനാമിയെ പറ്റി അറിവുണ്ടാവില്ല, മുതിർന്ന ആളുകളോട് ഇതിനെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തായി പേജ് നമ്പർ 146. അവിടെ ആദ്യമായിട്ടൊരു ചിത്രം തന്നിരിക്കുന്നു. അത് കവളപ്പാറ ലാൻഡ് സ്ലൈഡ് 2019. 2019 കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് പെട്ടിമുടി ലാൻഡ് സ്ലൈഡ് 2020, അതായത് 2020 പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ദ മേജർ ഫ്ലഡ്സ് ഇൻ കേരള ഇൻ 2018, അതായത് കേരളത്തിൽ 2018 ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ലാൻഡ് സ്ലൈഡ് ഇൻ കവളപ്പാറ ഇൻ 2019 ആൻഡ് പെട്ടിമുടി ഇൻ 2020, അതായത് അതിന്റെ ഭാഗമായിട്ട് 2019 കവളപ്പാറയിൽ എന്തുണ്ടായി? ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതോടൊപ്പം തന്നെ 2020 പെട്ടിമുടിയിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ഹൗ മെയ്ഡ് ലൈഫ് ഡിഫിക്കൽട്ട് ഫോർ ദ പീപ്പിൾ ഇൻ ദോസ് ഏരിയാസ്. അതായത് ഈ അപകടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടായ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ ജീവനും സ്വത്തിനും ഒക്കെ അപകടം ഉണ്ടാക്കുകയും ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകളുടെ ജീവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ. വാച്ച് ദ ന്യൂസ് കൊളാഷ്. അവിടെ നമുക്കൊരു ന്യൂസ് കൊളാഷ് തന്നിരിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് ഇനിയും പറയാൻ പോകുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊളാഷ് നോക്കാം. കളക്ഷൻ ഓഫ് റിലീഫ് റിസോഴ്സസ് ഓൾ ഓവർ ദ റീജിയൻ, അതായത് നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം. അടുത്തായി യങ് പീപ്പിൾ അറ്റ് ദ ഫോർഫ്രണ്ട് ഇൻ ക്ലീനിങ് ഓപ്പറേഷൻസ്, ഫ്ലഡ് വിക്ടിംസ് ബാക്ക് ടു ദെയർ ഹോംസ്. അതായത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി ഈ പ്രളയബാധിതര് വീടുകളിലേക്ക് തിരിച്ചു വരുന്നു. അടുത്തത് വോളണ്ടിയേഴ്സ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഡ്യൂറിങ് ഡിസാസ്റ്റർ, അതായത് ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങായിട്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഫിഷർ ഫ്ലോക്ക് ഇൻ ദ ഫേസ് ഓഫ് ഡിസാസ്റ്റർ വിത്ത് ബോട്ട്സ്, കടലിന്റെ മക്കൾ ബോട്ടുമായി ദുരന്ത മുഖത്തേക്ക്. കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ന്യൂസ് കൊളാഷായിട്ട് തന്നിരിക്കുന്നത്. അടുത്ത പേജിലേക്ക് നോക്കാം. 147. ദ ന്യൂസ് കൊളാഷ്
ഗിവൺ ഷോസ് ഹൗ കേരള ഫേസ്ഡ് ദ 2018 ഫ്ലഡ്. അതായത് ഈ തന്നിരിക്കുന്ന ന്യൂസ് കൊളാഷുകൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് 2018 വെള്ളപ്പൊക്കത്തെ നമ്മൾ അതിജീവിച്ചത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് അവരവരുടെ ഭാഗത്തുള്ള ജോലികൾ, ഓരോ ജോലികളും അവരവർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടിറങ്ങുകയും കേരളത്തിനെ ഒറ്റക്കെട്ടായിട്ട് ആ വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മൾ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. Kerala joined hands for relief and rescue operations. As a result of the joint effort of various government departments, voluntary organizations, the youth, traders and fishermen, the severity of this major natural disaster has been mitigated. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു. സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ, വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് വലിയൊരു പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചു. ക്യാൻ യു ഐഡൻറ്റിഫൈ എനി വോളണ്ടിയർ ഹു ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്ലഡ് റിലീഫ് വർക്ക് ഇൻ ദെയർ ലൊക്കാലിറ്റി, എൻക്വയർ ആൻഡ് ലേൺ ദെയർ എക്സ്പീരിയൻസ്? അതായത് നിങ്ങളുടെ പ്രദേശത്ത് ഇതുപോലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തായിട്ട് ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. വാട്ട് സോർട്ട് ഓഫ് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ഡിസാസ്റ്റർ? അതായത് നമ്മുടെ ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ്, അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തൊക്കെ നമുക്ക് ചെയ്യാം നോക്കാം. ആൻറ്റിസിപ്പേറ്റ് സർട്ടൺ ഡിസാസ്റ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി, അതായത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ഈ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയൊക്കെ നമ്മൾ മുൻകൂട്ടി അറിയുക. അതുപോലെ തന്നെ ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ് ഇഷ്യൂ വാർണിംഗ് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ആൻഡ് ഇവാക്യുവേറ്റ് പീപ്പിൾ, അതായത് ഈ ദുരന്ത സാധ്യത മേഖലകളിൽ മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പുകൾ നൽകുക, അതുപോലെ തന്നെ ബോധവൽക്കരണം നൽകുക ജനങ്ങൾക്ക്, അതുപോലെ തന്നെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കുക, ഇതൊക്കെ ചെയ്യുക. അടുത്തായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, അതായത് ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നാണ് നോക്കുക. എൻഷുർ നെസസറി മെഷേഴ്സ് ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്, അതായത് ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കി വെക്കുക. അടുത്തത് സെറ്റ് റിലീഫ് ക്യാമ്പ് ആൻഡ് പ്ലാൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ കെയർ, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ സ്ഥാപിച്ചിട്ട് ഈ ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവയൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ, അതായത് നമുക്ക് ഈ ദുരന്തത്തിന് ശേഷം നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. റീഹാബിലിറ്റേറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്, അതായത് ഈ ദുരന്തം ബാധിച്ചവരെ നമ്മൾ എന്ത് ചെയ്യണം, പുനരധിവസിപ്പിക്കണം. അവരെ നമുക്ക് പുതിയ സംവിധാനങ്ങളിലേക്ക്, പുതിയ താമസ സ്ഥലങ്ങളിലേക്കോ ഒക്കെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അടുത്തത് ടേക്ക് സ്റ്റെപ്സ് ടു മാനേജ് സിറ്റുവേഷൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഫ്യൂച്ചർ, അതായത് ഈ ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കുക. അടുത്തായിട്ട് മറ്റൊരു എക്സ്റ്റൻഡ് റീഡിംഗ് തന്നിരിക്കുന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സിസ്റ്റംസ് വർക്കിംഗ് ഫോർ ദ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണങ്ങൾക്കും അത് ലഘൂകരിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് സർക്കാർ ഏജൻസികൾ, അതിന് പ്രവർത്തിക്കുന്ന സർക്കാർ ഏജൻസികൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അടുത്തത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അടുത്തത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, അടുത്തത് ഡിസാസ്റ്റർ റിസ്ക് അനാലിസിസ് സെൽ, ലാസ്റ്റ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തായിട്ടൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു. പ്രിപ്പയർ എ ഡിജിറ്റൽ ആൽബം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ബൈ കളക്ടിങ് പിക്ചേഴ്സ് റിലേറ്റഡ് ടു പ്രിവെൻഷൻ ആൻഡ് റിലീഫ് ഓപ്പറേഷൻസ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് നമ്മുടെ പ്രകൃതി ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് എന്ത് തയ്യാറാക്കുക, ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക. അടുത്തായി ഈ യൂണിറ്റിൻ്റെ ലാസ്റ്റ് പേജാണ്, പേജ് നമ്പർ 148. Haven't we realized how the diversity of land we live in, soil, water, climate and crops influences our lives? We have the responsibility to preserve the abundance of this soil and pure water for future generations. So we should give priority to development and the way of life that does not disturb the balance of nature. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ വൈവിധ്യമാർന്ന മണ്ണ്, ജലം, കാലാവസ്ഥ, വിളകൾ എന്നിവ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു.
ഈ മണ്ണിൻ്റെ സമൃദ്ധിയും നമ്മുടെ തെളിനീരും വരാനിരിക്കുന്ന തലമുറയ്ക്ക് കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കാണ്. അതിനാൽ നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെ ജീവിത രീതിക്കും വികാസത്തിനുമാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 8 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.